ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് സ്കൂൾ കോളേജ് കാലഘട്ടം. ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ സ്കൂൾ കോളേജ് ലൈഫ് നമുക്ക് മിസ് ചെയ്യുന്നതായി തോന്നാറുണ്ട്. ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏതൊരു ചിത്രവും നമ്മൾ മലയാളികൾ ആഘോഷിച്ചിട്ടേ ഉള്ളൂ. ഇതിൽ തന്നെ വളരെ ചുരുക്കം ചിത്രങ്ങൾ നമ്മൾ എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാറുണ്ട്. അങ്ങനെ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള എന്നും ആഘോഷിക്കപ്പെടുന്ന 10 ക്യാമ്പസ് ചിത്രങ്ങൾ ഏതൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. ഈ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ള ചിത്രമാണ് 2011 വൈശാഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സീനിയേഴ്സ് എന്ന ചിത്രം. ജയറാം, കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, മനോജ് KJN എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോളേജിൽ പഠിക്കാൻ പോകുന്ന 4 ഫ്രണ്ട്സിന്റെ കഥയാണ് പറയുന്നത്. ഈ ചിത്രം കാണുമ്പോൾ ഫാമിലി മാനായി ജീവിക്കുന്ന ഏതൊരാൾക്കും കോളേജിൽ പോയി ഒന്നുകൂടി പഠിച്ചിട്ട് അടിച്ചു പൊളിച്ചു വരാൻ ആഗ്രഹമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് ഇപ്പോഴും റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ളത്. ഈ ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ള ചിത്രമാണ് റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ നോട്ട്ബുക്ക് എന്ന ചിത്രം. ഒരു ബോർഡിംഗ് സ്കൂളിലെ 3 സ്റ്റുഡൻസിന്റെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികളെ അവർ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ പ്ലോട്ട്. മറിയ റോയ്, റോമ, പാർവതി തിരുവോത്ത് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ബോർഡിംഗ് സ്കൂൾ ലൈഫ് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഈ ചിത്രം അന്ന് മികച്ച അഭിപ്രായമായിരുന്നു യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ള ചിത്രമാണ് അടി കപ്പ്യാരെ കൂട്ടമണി. ജോൺ വർഗീസിന്റെ സംവിധാനത്തിൽ ധ്യാൻ ശ്രീനിവാസൻ, നമിത പ്രമോദ്, അജു വർഗീസ്, മുകേഷ്, നീരജ് മാധവ് എന്നിവർ അഭിനയിച്ച് 2015 പുറത്തിറങ്ങിയ ചിത്രമാണ് അടി കപ്പ്യാരെ കൂട്ടമണി. ബോയ്സ് ഹോസ്റ്റലിലൊക്കെ നിന്ന് കോളേജ് പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ഏതൊരാൾക്കും ഈ ചിത്രം നല്ല പോലെ അവരുടെ കോളേജ് ലൈഫുമായി റിലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലോസ് ഫ്രണ്ട്സ് ആയ 3 പേർ അവരുടെ കോളേജ് ഹോസ്റ്റലിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും മറ്റും നർമ്മത്തിൽ പൊതിഞ്ഞാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. കോളേജ് ഹോസ്റ്റൽ ലൈഫ് മിസ് ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് അടി കപ്പ്യാരെ കൂട്ടമണി. 2018 മൃദുൽ നായർ സംവിധാനം ചെയ്ത് ആസിഫ് അലി, അർജുൻ അശോകൻ, അപർണ ബാലമുരളി, അജു വർഗീസ് എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത് പുറത്തിറങ്ങിയ ബിടെക് എന്ന ചിത്രമാണ് 7ാം സ്ഥാനത്തുള്ളത്. ബാംഗ്ലൂരിൽ ബിടെക്കിന് ചേർന്ന് പഠിക്കുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസിന്റെ കഥ പറയുന്ന ഈ ചിത്രം മികച്ച ഒരു ക്യാമ്പസ് ചിത്രമായി തന്നെയാണ് ഇന്നും ഓഡിയൻസ് കാണുന്നത്. കേരളത്തിന് പുറത്ത് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ കണക്ട് ചെയ്യുന്ന നിരവധി സീൻസ് ഈ ചിത്രത്തിലുണ്ട്. ബോക്സ് ഓഫീസിൽ മികച്ച ഒരു വിജയം നേടിയ ഒരു ചിത്രമായിരുന്നു ഈ ആസിഫ് അലി ചിത്രം. ഈ ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ള ചിത്രമാണ് ആനന്ദം. വിനീത് ശ്രീനിവാസന്റെ നിർമ്മാണത്തിൽ ഗണേഷ് രാജ് സംവിധാനം ചെയ്ത് റോഷൻ മാത്യൂസ്, വിശാഖ് നായർ, അരുൺ കുര്യൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഇത്. സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ കഥ പറയുന്ന ഈ ചിത്രം അവരുടെ കോളേജ് ജീവിതത്തിൽ അവർ പോകുന്ന ആദ്യ ടൂറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഈ ചിത്രവും കണ്ടിരിക്കേണ്ട ഒരു മികച്ച ക്യാമ്പസ് ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ള ചിത്രമാണ് നമ്മൾ. കമലിന്റെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജിഷ്ണു രാഘവൻ, സിദ്ധാർത്ഥ് ഭരതൻ, രേണുക മേനോൻ, ഭാവന എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അനാഥരായ ശ്യാമും ശിവനും ഹാർഡ് വർക്ക് ചെയ്ത് കോളേജിൽ പഠിക്കുകയും അവിടെ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും മറ്റുമാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. 80s കിഡ്സിന്റെ ഇഷ്ടപ്പെട്ട ക്യാമ്പസ് ചിത്രങ്ങളിൽ ഇന്നും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ചിത്രമാണിത്. ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ള ചിത്രമാണ് ചോക്ലേറ്റ്. ഷാഫിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ജയസൂര്യ, റോമ, സമൃത സുനിൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ചിത്രമായിരുന്നു ഇത്. സെന്റ് മേരീസ് വിമൻസ് കോളേജിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. നിലവിലെ നിയമമനുസരിച്ച് PG കോഴ്സിന് വിമൻസ് കോളേജിൽ ഒരു പുരുഷ വിദ്യാർത്ഥിക്ക് ഒരു സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. ആ ഒരു സീറ്റിലേക്ക് പൃഥ്വിരാജിന്റെ എൻട്രിയും പിന്നീട് പൃഥ്വിരാജ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും മറ്റുമാണ് ഈ ചിത്രത്തിൽ വളരെ രസകരമായ രീതിയിൽ നമുക്ക് സംവിധായകൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ചിത്രം കണ്ടു കഴിഞ്ഞതിന് ശേഷം വിമൻസ് കോളേജിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് കോളേജിലാണ് പഠിക്കാൻ ആഗ്രഹമുള്ളത് എന്നൊന്ന് കമന്റ് ചെയ്യുക. ഈ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ള ചിത്രമാണ് 1999 കമലിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ, ശാലിനി, ജോമോൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ നിറം. അയൽവാസികളായ യബിയുടെയും സോണയുടെയും ഫ്രണ്ട്ഷിപ്പും കോളേജ് ലൈഫും പറയുന്ന ഈ ചിത്രം അന്ന് മലയാളികൾ ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. കുഞ്ചാക്കോ ബോബനും ശാലിനിയും ജോഡികളായി അഭിനയിച്ച് പുറത്തിറങ്ങിയ അവസാന ചിത്രം കൂടിയായ ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്നും വൻ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്.
ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള ചിത്രമാണ് അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിൽ നിവിൻ പോളി, സായ് പല്ലവി എന്നിവർ ലീഡ് റോൾ കൈകാര്യം ചെയ്ത് പുറത്തിറങ്ങിയ പ്രേമം. നിവിൻ പോളി ചെയ്ത ജോർജ് എന്ന കഥാപാത്രത്തിന്റെ സ്കൂൾ ലൈഫ് മുതൽ വിവാഹം വരെയുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധങ്ങളും പ്രേമങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ ബേസ്. ജോർജിന്റെ ആദ്യ പ്രണയം നിരാശയായി മാറുമ്പോൾ കോളേജ് ലെക്ചററായ മലർ തന്റെ പ്രണയത്തെ വീണ്ടും ഉണർത്തുന്നു. ജോർജിന്റെ റൊമാന്റിക് യാത്ര അവനെ പല ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോയി അവന്റെ ലക്ഷ്യത്തെ എത്താൻ സഹായിക്കുന്നു. 2015 പുറത്തിറങ്ങിയ ഒരു ട്രെൻഡ് സെറ്റർ ചിത്രം തന്നെയായിരുന്നു ഈ നിവിൻ പോളി ചിത്രം. ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള ചിത്രമാണ് 2006 ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രം. പൃഥ്വിരാജ് സുകുമാരൻ, നരേൻ, ജയസൂര്യ, ഇന്ദ്രജിത് സുകുമാരൻ, കാവ്യ മാധവൻ, രാധിക എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. 1991 ഒരു കോളേജിലെ കുറച്ച് ഫ്രണ്ട്സിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വൻ വിജയത്തിലേക്ക് എത്തിച്ചേർന്ന ഈ ചിത്രം അന്നും ഇന്നും ക്യാമ്പസ് ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ മുൻനിരയിലാണ് സ്ഥാനം അലങ്കരിക്കുന്നത്. ഈ ചിത്രങ്ങളെ കൂടാതെ ഒരു മെക്സിക്കൻ അപാരത ദോസ്ത്, തെലുങ്ക് ഡബ് ചിത്രമായ ഹാപ്പി ഡേയ്സ് തുടങ്ങി നിരവധി ചിത്രങ്ങൾ സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ ബേസ് ചെയ്ത് മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ലിസ്റ്റിലെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമ്പസ് ചിത്രം ഏത് എന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, കീപ് സപ്പോർട്ടിംഗ് സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. ബൈ.